ഗോകുൽ ചേരുന്നുണ്ട് നമുക്കിപ്പം. ഗോകുൽ, ഇപ്പോൾ ഗോകുൽ പങ്കുവച്ച വിവരമാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്. രതീഷ്, അതായത് ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ വിവരമാണ് അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ലേഖകന്മാരും അതോടൊപ്പം തന്നെ തമിഴ് മാധ്യമ പ്രവർത്തകരും നമുക്ക് പങ്കുവയ്ക്കുന്നത്. അജിത, റംല, സുഹറ, ആശ, മജീദ്, സാജിദ, ഷക്കീല, നൌഷാദ്, റുഖിയ, ഹിഷാം, ഷഹദീൻ, മസ്മീൻ എന്നീ പേരുകളാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഇതിൽ ആർക്കൊക്കെയാണ് അപകടം പറ്റിയത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇവരെല്ലാം തന്നെ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇതിനെ സംബന്ധിച്ച കൂടുതൽ വ്യക്തത കൂടി ഇനി ആശുപത്രിയിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഇതനുസരിച്ചൊരു വിശദമായ വിവരങ്ങൾ തന്നെ ഈ അവിടെയുള്ള മാധ്യമപ്രവർത്തകർ നമുക്ക് നൽകുന്നു. 13ാം ഹെയർ പിന്നിൽ വച്ചാണ് നിയന്ത്രണം വിട്ട വാഹനം 800 മീറ്ററോളം താഴ്ചയിലേക്ക് മറിഞ്ഞതെന്നും വിവരം ലഭിക്കുന്നുണ്ട്. വാഹനത്തിൽ 13 പേരുണ്ടായിരുന്നു. അതിൽ 9 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. മരിച്ചവരും പരിക്കേറ്റവരും അങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ മുഹമ്മദ് പാഷിദ് എന്ന് പറയുന്ന ഒരാളാണ് ഡ്രൈവർ എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ മുഹമ്മദ് പാഷിദ് ആണ് വാഹനം ഓടിച്ചിരുന്നത്. വിനോദസഞ്ചാരം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ശരി, പെരിന്തൽമണ്ണ സ്വദേശി അബ്ദുൽ സലാമിൻ്റെ ഉടമസ്ഥയുള്ള വാഹനത്തിൽ വിനോദസഞ്ചാരത്തിന് എത്തിയവർ എന്ന നിലയിലാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. 5:25 അപകടം. വാൽപ്പാറ മലനിരകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതിനിടയിൽ 13ാം ഹെയർപിൻ ബെൻഡിൽ വെച്ച് നിയന്ത്രണം വിട്ട് 800 മീറ്ററോളം താഴ്ചയിലേക്ക് മറിഞ്ഞ ആണ് ഈ ദുരന്തം ഉണ്ടായത് എന്നതാണ് വരുന്ന പുതിയ വിവരങ്ങളിൽ, പുതിയ അപ്ഡേറ്റുകളിൽ പറയുന്നത്.